കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ വ്യാജ ജാതി അധിക്ഷേപ പരാതി റദ്ദാക്കി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദന്റെ പരാതിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റദ്ദാക്കിയത്. നവംബർ 12 നടന്ന സെനറ്റ് യോഗത്തിനിടെ ജാതീയമായ അധിക്ഷേപ പരാമർശം നടത്തിയെന്നായിരുന്നു പരാതി. SFI ജില്ലാ സെക്രട്ടറി അദാലത്തിൽ ഹാജരാകുകയോ പരാതി സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തില്ല. പിന്നാലെയാണ് പരാതിയിലെ തുടർ നടപടികൾ കമ്മീഷൻ അവസാനിപ്പിച്ചത്. പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കം പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. വ്യാജ പരാതി ഇപ്പോൾ തള്ളുകയാണല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നവംബർ 12 നടന്ന സെനറ്റ് യോഗത്തിനിടയിൽ ഉണ്ടായ ചില തർക്കങ്ങളെ തുടർന്നായിരുന്നു ഇത്തരമൊരു പരാതി വന്നത്. ആ യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ മാധ്യമങ്ങളെ കണ്ട ഗവർണർ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള പി എസ് ഗോപകുമാറും ഡോക്ടർ വിനോദും അടക്കമുള്ളവർ ഈ രീതിയിൽ ജാതീയാധിക്ഷേപ പരാമർശം നടത്തിയെന്ന് കാട്ടിയായിരുന്നു SFI ജില്ലാ സെക്രട്ടറി MA നന്ദൻ കന്റോൺമെന്റ് പോലീസിലും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലും പരാതി നൽകിയത്. ഈ പരാതിയിൽ നേരത്തെ തന്നെ കന്റോൺമെന്റ് പോലീസ് വസ്തുതാവിരുദ്ധമാണ് പരാതി എന്നുള്ള റിപ്പോർട്ട് പട്ടികജാതി കമ്മീഷനൊക്കെ നൽകിയതാണ്. പക്ഷേ എന്നിട്ടും ആ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഈ വിഷയത്തിൽ നേരിട്ടൊരു സിറ്റിംഗ് നടത്താൻ തീരുമാനമെടുക്കുകയും തെളിവെടുപ്പ് നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്യുകയായിരുന്നു. അതിനെതിരെയും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷേ എന്തായാലും കമ്മീഷൻ അങ്ങനെ സിൻഡിക്കേറ്റിന് ഈ പറയുന്ന രീതിയിൽ ഒരു തെളിവെടുപ്പ് നടത്താൻ തയ്യാറായതിനു ശേഷം SFI ജില്ലാ സെക്രട്ടറിയും പരാതിക്കാരനുമായ MA നന്ദനോട് നേരിട്ട് ഹാജരാകാനും തെളിവുകൾ ഹാജരാക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് നടന്ന അദാലത്തിൽ പങ്കെടുക്കാൻ SFI ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല. ഇതിന് കാരണം എന്നുള്ളത് ഇവരുടെ കയ്യിൽ ഇതിനുള്ള തെളിവുകളില്ല എന്നുള്ളതും ഇതൊരു വ്യാജ പരാതിയുമാണ് എന്നുള്ളത് കൊണ്ടുമാണ്. അങ്ങനെ അന്ന് ഈ പറയുന്ന ജാതീയാധിക്ഷേപം നടത്തിയെന്ന രീതിയിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വ്യാപകമായി അപമാനിക്കുകയും മാധ്യമങ്ങളിലൂടെയൊക്കെ വ്യാജ വാർത്തകൾ നൽകി പൊതു ഇടത്തിൽ നാണം കെടുത്തുകയും ഒക്കെ ചെയ്ത അതേ SFI നേതാക്കൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തലത്തിൽ ഈ രീതിയിലൊരു അദാലത്ത് നടക്കുമ്പോൾ ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കുമ്പോൾ അതിന് തയ്യാറാകാതെ മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് തങ്ങൾക്ക് എതിരെ ആളുകൾക്കെതിരെ ഇത്തരം പരാതികൾ കൊടുത്ത് നാണം കെടുത്തുക എന്നുള്ളൊരു ശൈലിയുണ്ട് പണ്ട് തൊട്ടേ എന്നുള്ളത് ഒരു പരിഹാസ രൂപത്തിലൊക്കെ പറയാറുണ്ട്. സിനിമാ കഥകളൊക്കെ വെച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ളൊരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളെ, കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നാണം കെടുത്തുന്നതിന് വേണ്ടി, പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ പരാതി നൽകുകയും ആ വ്യാജ പരാതി നൽകിയ ശേഷം അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലെയുള്ള ഒരു സംവിധാനം നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് കൂടി അതിന് തയ്യാറാകാതെ മുങ്ങി നടക്കുകയാണ് SFI നേതാക്കൾ എന്നുള്ളതാണ്. അങ്ങനെ വ്യാജ പരാതികളിൽ സമൂഹത്തിൽ ഇത്തരം ആളുകളെ അപമാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതൊരു തെളിവായിരിക്കുന്നു. അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും SFIയുടെ മറ്റൊരു നീക്കം കൂടി, ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ നൽകി ആളുകളെ അധിക്ഷേപിക്കുന്നതിനുള്ളൊരു നീക്കം കൂടി ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗൗതം, അതായത് പ്രജിത്ത്, ഈ പരാതി ഉയർത്തി അന്നത് വലിയ വാർത്തയോടുകൂടി പല മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ച് SFI പോലെയുള്ള സംഘടനകൾക്ക് വലിയ പിന്തുണ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ പിന്നീട് അദാലത്തിൽ ഉൾപ്പെടെ ഈ SFI ജില്ലാ സെക്രട്ടറിയോ മറ്റു നേതാക്കളോ ചെല്ലാതിരുന്നതിനെ പറ്റി വാർത്തകൾ ഉണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അതൊക്കെ ഒരു വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ SFIയുടെ ഔദ്യോഗികമായ പ്രതികരണം എന്തെങ്കിലും ഈ വിഷയത്തിൽ വരുന്നുണ്ടോ? ഈ വിഷയം ഏതാണെന്ന് ഗൗതമിന് ഓർമ്മയുണ്ടാവും. കാരണം ജനൻ TV തന്നെയാണ് ഒരു SFI നേതാവിൻ്റെ സംസ്കൃതം സംസാരിക്കാൻ അറിയാത്ത SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ആ നേതാവിനെ സംബന്ധിച്ച ഓപ്പൺ ഡിഫൻസ്, ഇയാൾ പങ്കെടുത്ത ഓപ്പൺ ഡിഫൻസിൽ ഉയർത്തിയിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്ക് പോലും സംസ്കൃതത്തിൽ കൃത്യമായ മറുപടി നൽകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിൽ കൃത്യമായ മറുപടി നൽകാനോ അയാൾക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യമടക്കം വ്യക്തമായതാണ്. അപ്പോൾ ഈ ഓപ്പൺ ഡിഫൻസിനെ സംബന്ധിച്ച് ജനൻ TV പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയെ സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ സെനറ്റ് യോഗത്തിൽ അതൊരു ചർച്ചാ വിഷയമായി മാറുകയും SFIയും അതോടൊപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലൊരു വാക്കേറ്റമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുകയും അതിലെ വസ്തുതകൾ വിശദീകരിക്കാനും ശ്രമിച്ചത്. CPMന്റെ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുക, വ്യാജ ജാതി അധിക്ഷേപ ആരോപണങ്ങൾ, ഇതൊക്കെ സർവ്വസാധാരണമായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ്. എന്തായാലും അത്തരം നീക്കങ്ങൾക്കുള്ള തിരിച്ചടികൾ തുടങ്ങുന്നു എന്ന കൃത്യമായ സൂചനയാണല്ലോ ഇപ്പോൾ ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കം.
സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഈ വ്യാജ പ്രചാരണം നടത്തി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ നടപടി നൽകുന്നത് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ പട്ടികജാതി പട്ടിക കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ തന്നെ ചില പരാതികൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് പോലീസ് ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി കഴമ്പില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം എന്തിന് കമ്മീഷൻ സ്വന്തമായ രീതിയിൽ ഈ പരാതി വീണ്ടും പരിഗണിച്ചു എന്നുള്ളൊരു ചോദ്യം അവർക്കുണ്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പരിഗണിച്ചതിന് ശേഷവും ആ വിഷയത്തിൽ തെളിവ് നൽകാൻ ഹാജരാകാതെ ഏതെങ്കിലും രീതിയിലുള്ള ജാതീയാധിക്ഷേപത്തിന് എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ കൊണ്ടുവരാൻ കഴിയാതെ SFI നേതാക്കൾ മുങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. എന്തായാലും ഇനി ഗൗതം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ. ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾക്ക് സ്പേസ് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അന്ന് ഈ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സെനറ്റ് യോഗത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന സിൻഡിക്കേറ്റ് യോഗ അംഗങ്ങൾ പ്രസ് മീറ്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പരാതി നൽകിയ അതേ ആളിൻ്റെ നേതൃത്വത്തിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ കൊലവിളി നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഗൗതം. അന്ന് തല്ലും പിടിക്കും അല്ലെങ്കിൽ തല്ലുകൊണ്ട് ഇവിടുന്ന് പോകും തുടങ്ങിയിട്ടുള്ള രീതിയിൽ അവരെ കായികമായി ആക്രമിക്കുമെന്ന് പരസ്യമായി പോലീസിന്റെ മുൻപിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായതാണ്. പക്ഷേ അതിനെതിരെയൊക്കെ ഒരു നടപടി പോലും എടുക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറായില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്രയധികം നടപടിക്രമങ്ങളുടെ ഭാഗമാകേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ആ നടപടിക്രമങ്ങളുടെ ഭാഗമാകാൻ പോലും SFI നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ ആർക്കെതിരെയും വ്യാജ പരാതി നൽകും. തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ അതിന് സ്ത്രീപീഡന കേസിൽ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാക്കുന്ന SFI CPM നയം അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് ഈ കേസ് ഈ പരാതിയിൽ ഉണ്ടായിട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങളും തെളിയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പട്ടികവർഗ കമ്മീഷനിൽ തെളിവ് ഹാജരാക്കാൻ കഴിയാതെ SFI നേതാക്കൾ മുങ്ങിയതോടുകൂടി ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായിട്ടുള്ള ഈ പരാതി റദ്ദായിരിക്കുകയാണ്. എന്തായാലും ആ നടപടിക്രമങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ അപമാനിച്ച മാധ്യമങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകുമോ? നവമാധ്യമങ്ങളിൽ അവർക്കെതിരെ പ്രചാരണം നടത്തിയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ തയ്യാറാകുമോ? അവർക്ക് പൊതുസമൂഹത്തിലുണ്ടായ നാണക്കേടിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിവിധി ഉണ്ടാകാൻ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. എന്തായാലും SFI നേതാക്കളുടെ ഒരു കള്ളക്കളി കൂടി പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ സ്വയം നൽകിയിട്ടുള്ള പരാതിയിൽ ഒരു തെളിവ് പോലും നൽകാൻ കഴിയാതെ അതുമായി ബന്ധപ്പെട്ട അദാലത്തിൽ നിന്നും മുങ്ങി നടക്കുകയാണ് തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. ഗൗതം. ഓക്കെ, എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായിട്ടുള്ള വ്യാജ ജാതി അധിക്ഷേപ നീക്കമാണ് ഇപ്പോൾ SC/ST കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്.